ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വളരെ ഗൗരവമേറിയൊരു വിഷയമാണ്. നമ്മുടെ വയനാട്ടിലെ ദുരന്തം ഇപ്പോഴും നമ്മുടെ കൺമുന്നിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെക്കാട്ടിയും ഒരു വലിയ ദുരന്തമാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടതിലും വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തം നമ്മുടെ കൺമുന്നിൽ വരാൻ പോകുകയാണ്. അതിന് നമ്മൾ ഓരോരുത്തരും ഈ സമയത്ത് പ്രതികരിക്കേണ്ട ഒരു സമയമാണ് വന്നിരിക്കുന്നത്. അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കാൻ നമ്മൾ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. മുല്ലപ്പെരിയാർ ഡാം എന്തായാലും പൊട്ടുന്ന ഒരു സിറ്റുവേഷനിലാണ് നമുക്കുള്ളത്. നമുക്കറിയുന്നത് പോലെ തന്നെ 50 വർഷം പഴക്കം താങ്ങാൻ കഴിയുന്ന മുല്ലപ്പെരിയാർ ഇന്നത് 130 വർഷങ്ങൾ കടന്നുപോയിരിക്കുകയാണ്. നമുക്ക് ആ വൻ ദുരന്തം വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 6 ജില്ലകളോളം വെള്ളത്തിലാകും. കണക്കുകൾ പ്രകാരം 35 മുതൽ 45 ലക്ഷം നമ്മുടെ ആൾക്കാർ വെള്ളത്തിൽ അകപ്പെടും. അതോടെ 6 ജില്ലകൾ ഒന്നുമല്ലാതായി തീരും നമ്മുടെ കൺമുന്നിൽ. നമുക്ക് ഒരു വയനാട് പോലുള്ള ഒരു ഇത് വന്നപ്പോൾ തന്നെ നമുക്ക് നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർ ഒരുപാട് പേരാണ്. അപ്പം ഒരു ജീവനും നിസ്സാരമല്ല. നമുക്ക് ഓരോ ജീവനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യാനുള്ള പെറ്റീഷനിൽ നിങ്ങളും ഒപ്പുവെക്കുക. ഞാൻ ഒപ്പുവെച്ചിട്ടുണ്ട്.